നമ്മുടെ വണ്ടിയുടെ ലോൺ ബാങ്കിൽ അടച്ചു തീർന്നു കഴിഞ്ഞാൽ RC ബുക്കിൽ നിന്നും ഹൈപ്പോത്തിക്കേഷൻ നീക്കം ചെയ്യണം. അതിന് പരിവഹൻ.gov.in എന്ന സൈറ്റിൽ ഓൺലൈനായി ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യണം. പരിവഹൻ.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസിൽ അതർ സർവീസസ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പോത്തിക്കേഷൻ എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യണം. ഇവിടെ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യണം. ഇനി ഓപ്പണായി വരുന്ന വിൻഡോയിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യണം. ഈ കാണുന്നത് ഓൺലൈനായി ചെയ്യാവുന്ന സർവീസസ് ആണ്. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഓൺലൈൻ സർവീസസ് എന്ന ഭാഗം ഓപ്പൺ ആയാൽ ഇവിടുത്തെ രണ്ടാമത്തെ ഐക്കൺ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ ഉള്ളതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഇവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറും ചേസിസ് നമ്പറിന്റെ അവസാനത്തെ 5 ഡിജിറ്റ്സും കൊടുക്കണം. ചേസിസ് നമ്പർ RC ബുക്കിലുണ്ട്. വേരിഫൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓതന്റിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകും. മൊബൈൽ എന്നത് ഓപ്ഷനായി കൊടുത്താൽ മൊബൈലിൽ OTP ലഭിക്കും. മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ഇപ്പോൾ RCയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ 4 ഡിജിറ്റുകൾ കാണാം. ഇത് ശരിയാണെങ്കിൽ ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്ത് മൊബൈലിൽ കിട്ടുന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓപ്പണായി വന്നത് ആപ്ലിക്കേഷൻ സെൻട്രി ഫോമാണ്. ഇതിൽ 5 ഓപ്ഷൻസ് ഉണ്ട്. ടെർമിനേഷൻ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ, ഡ്യൂപ്ലിക്കേറ്റ് RC, ചേഞ്ച് ഓഫ് അഡ്രസ്, അഡീഷൻ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ. ഇതിലിപ്പോൾ നമ്മൾക്ക് വേണ്ടുന്നത് ടെർമിനേഷൻ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ ആണ്. അതിന് നേരെയുള്ള ബോക്സ് ചെക്ക് ചെയ്താൽ ഹൈപ്പോത്തിക്കേഷൻ ഡീറ്റെയിൽസ് ഓപ്പൺ ആകും. ഇവിടെ വലതുവശത്ത് കാണുന്ന ടെർമിനേറ്റ് ക്ലിക്ക് ചെയ്ത് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്ത ഡേറ്റ് കൊടുക്കണം. ഡു യു വാണ്ട് ടു ടെർമിനേറ്റ്? ഇവിടെ സെലക്ട് ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓപ്പണായി വരുന്ന ഭാഗം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഫീ പാനൽ കാണാം. ഈ 45 രൂപ പോസ്റ്റൽ ചാർജ് ആണ്. കൂടാതെ സർവീസ് ചാർജായി 85 രൂപ കൂടി ചേർത്ത് 130 രൂപയാണ് അടയ്ക്കേണ്ടത്. സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ക്ലിക്ക് ചെയ്ത് പേ നൗ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഹൈപ്പോത്തിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം. ഇത് ശരിയാണെങ്കിൽ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കൺഫേം ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്പൺ ആയി. ഇവിടെ ട്രഷറി എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് സെലക്ട് ചെയ്യണം. ഐ അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇത് ചെക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് ഓപ്ഷൻസ് ഓപ്പൺ ആകും. നമുക്ക് സൗകര്യപ്രദമായ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു GRN ലഭിക്കും. ഓക്കെ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് ചെയ്യുന്നതിനുള്ള വിൻഡോ ഓപ്പൺ ആകും. ഇതിൽ പേയ്മെന്റ് നടത്താം. പേയ്മെന്റ് സക്സസ്ഫുൾ ആയാൽ അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. പ്രിന്റ് റെസിപ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റിന്റെ പ്രിന്റ് എടുക്കാം. ഈ റെസിപ്റ്റിന്റെ കോപ്പി നമ്മൾ മറ്റ് ഡോക്യുമെന്റ്സിനോടൊപ്പം RTOയിൽ കൊടുക്കാനുള്ളതാണ്. ഇനി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ബാങ്കിൽ ലോൺ ക്ലോസ് ചെയ്താൽ NOCയും ഫോം 35ഉം ലഭിക്കും. ഇത് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നിന്നും ഫോം 35ന്റെ പ്രിന്റ് എടുത്ത് ബാങ്കിൽ കൊടുത്ത് വേണ്ടുന്ന ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് വാങ്ങിയ ശേഷം വേണം ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ പ്രൊസീജിയർ തുടങ്ങാൻ. ഫോം 35ഉം NOCയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും RCയും സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കണം. ഇത് ഓരോന്നും 200 KBയിൽ കൂടരുത്. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതിനായി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് ഐ അഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത ശേഷം ഫോം 35, NOC, RC ഇവ ഓരോന്നും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഓരോന്നായി അപ്ലോഡ് ചെയ്യണം.
അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് ഫയൽ ഓരോന്നായി അപ്ലോഡ് ചെയ്യാം. അഡ്രസ് പ്രൂഫ് കമ്പൽസറി അല്ല, അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യണമെന്നില്ല. ഇവിടെ വണ്ടിയുടെ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, ഇതെന്താവശ്യത്തിന് എന്നും കാണിച്ചിട്ടുണ്ട്. ഇത്രമാത്രം നമ്മൾ ഓൺലൈനായി ചെയ്താൽ മതി. പ്രൊസീഡ് ഫർദർ ക്ലിക്ക് ചെയ്ത് നമുക്ക് എൻഡ് ചെയ്യാം. അവസാനമായി നമ്മുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഒന്ന് കൺഫേം ചെയ്യാം. വീണ്ടും ഹോം പേജിൽ വന്ന് നോ യുവർ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് ഓപ്പണായി വരുന്ന പേജിൽ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഞാനിവിടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താണ് സെർച്ച് ചെയ്തത്. ഇനി നമുക്ക് താഴെ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, ഏറ്റവും മുകളിൽ ഫീ റെസിപ്റ്റ്, അതിന് താഴെ NOC, ഫോം 35, RC, ഇൻഷുറൻസിൻ്റെ കോപ്പി, പൊല്യൂഷൻ്റെ കോപ്പി എന്നീ ക്രമത്തിൽ പിൻ ചെയ്ത് RTOയിൽ കൊടുക്കണം. റെസിപ്റ്റിൻ്റെ ഒരു കോപ്പി നമ്മൾ വണ്ടിയിൽ കരുതണം. പോസ്റ്റേജ് ഫീ ഓൾറെഡി അടച്ചിട്ടുള്ളത് കൊണ്ട് സ്റ്റാമ്പ് ഒട്ടിച്ച കവർ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടതില്ല. ഒരാഴ്ചയ്ക്കകം ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേറ്റ് ചെയ്ത് RC ബുക്ക് നമുക്ക് സ്പീഡ് പോസ്റ്റിൽ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.